ഹായ്, ഞാൻ സുബിൻ VR. എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ്. ഇത് സ്വന്തമായി ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിച്ചുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചോളും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 5 കാര്യങ്ങൾ എല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായി ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ 5 കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. ശരിയായ ഫോം തിരഞ്ഞെടുക്കുക. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ITR 1 മുതൽ ITR 7 വരെയുള്ള 7 ഫോമുകൾ അവൈലബിൾ ആണ്. അതിൽ ഇൻഡിവിജ്വൽസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ITR 1 മുതൽ ITR 4 വരെയുള്ള 4 ഫോമുകളാണ്. പലരും സാലറീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അവർ കരുതുക ITR 1 എന്നുള്ള ഫോമാണ് അവർക്ക് അപ്ലിക്കബിൾ ആവുക. പലപ്പോഴും അത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വരുമാനമുണ്ട്, ഇൻട്രസ്റ്റിൽ നിന്ന് TDS പിടിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കിട്ടാനായിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ITR 1 തന്നെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫോം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്റ്റാറ്റസ് NRI ആണെങ്കിൽ നിങ്ങൾ ITR 2 എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് 2 അതിൽ കൂടുതലോ ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 2 എന്നുള്ള ഫോമാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 3 എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഷെയർ ട്രേഡിംഗിൽ തന്നെ ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ITR 2 ക്യാപിറ്റൽ ഗെയിൻ്റെ ഫോമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ശരിയായ ഫോം സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ITR ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരൊക്കെ ഏതൊക്കെ ITR ഫോമുകളാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാനായിട്ട് ചാനലിൽ നോക്കുക. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോം നമ്പർ 26 AS തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് അത് പരിശോധിക്കുക. എന്താണ് ഫോം നമ്പർ 26 AS? നമ്മൾ മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ കുറിച്ച് പല ഇൻഫർമേഷൻസും ശേഖരിക്കുന്നുണ്ട്. ഇങ്ങനെ ശേഖരിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഫോം നമ്പർ 26 AS അവൈലബിൾ ആണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചിട്ടുള്ള TDS, നിങ്ങളൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ എബോവ് 30 lakhs, അത് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അഡീഷൻ, നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ GST റിട്ടേണിൽ കാണിച്ചിരിക്കുന്ന ടേൺ ഓവർ സഹിതം നിങ്ങളുടെ ഫോം നമ്പർ 26 AS നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഫോം നമ്പർ 26 AS വിവരങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു സാലറീഡ് എംപ്ലോയി ആണ്, നിങ്ങൾ നിങ്ങളുടെ ഫോം നമ്പർ 16 കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത്. ഷെഡ്യൂൾഡ് ബാങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അവിടെ ഫോം നമ്പർ 15G സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇൻട്രസ്റ്റിന് TDS ഡിഡക്റ്റ് ചെയ്യരുത് എന്നുള്ള ഫോം നമ്പർ 15G നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾക്ക് തന്ന ഇൻട്രസ്റ്റിന്റെ ഡീറ്റെയിൽസ് അവിടെ 26 AS അവൈലബിൾ ആയിരിക്കും. ആ ഇൻട്രസ്റ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഫോം നമ്പർ 16 മാത്രമല്ല, 16 ഒരുപക്ഷെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ ഡാറ്റ അവിടെ ഉണ്ടായിരിക്കാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ഫോം നമ്പർ 26 AS മറ്റു വരുമാനങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പലിശ വരുമാനമോ അല്ലെങ്കിൽ ലാൻഡ് ട്രാൻസാക്ഷൻസോ ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോം നമ്പർ 26 AS പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കംപ്ലൈൻസ് പോർട്ടൽ എന്നുള്ളത്. എന്താണ് കംപ്ലൈൻസ് പോർട്ടൽ? കംപ്ലൈൻസ് പോർട്ടലിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ നടത്തിയിട്ടുള്ള പല ട്രാൻസാക്ഷൻസുകളും, ഉദാഹരണത്തിന് ക്യാഷ് ഡെപ്പോസിറ്റ്, ഷെയർ ട്രേഡിങ്ങിന്റെ ഡീറ്റെയിൽസ്, നിങ്ങൾ ഫോറിനിലേക്ക് എന്തെങ്കിലും ഔട്ട്വേർഡ് റെമിറ്റൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കംപ്ലൈൻസ് പോർട്ടലിൽ കാണാനായിട്ട് സാധിക്കും. പ്രസന്റ്ലി കംപ്ലൈൻസ് പോർട്ടലിലെ വിവരങ്ങൾ കുറച്ച് ലാഗ് ആയിട്ടാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 2018-19 ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 2019-20 ഇൻഫർമേഷൻസ് അവിടെ റിഫ്ലക്ട് ചെയ്തു വരുന്നില്ല. അപ്പോൾ ഈ കംപ്ലൈൻസ് പോർട്ടലിലെ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് പലപ്പോഴും ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസുകൾ പലർക്കും SMS ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ വരാറുള്ളത്. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലേ, നിങ്ങൾക്കൊരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പലപ്പോഴും ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസുകളും SMS വരുന്നത് ഈ കംപ്ലൈൻസ് പോർട്ടലിനെ ബേസ് ചെയ്തിട്ടാണ്.
പക്ഷേ ഒരു മാറ്റർ ഉള്ളത് ഇത് കുറച്ച് ലാഗ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ കറണ്ട് ഇയർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഇൻഫർമേഷൻസ് കംപ്ലൈൻസ് പോർട്ടലിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ പ്രീവിയസ് ഇയർ റിട്ടേൺ ആണ്, നിങ്ങൾ 2018-19 റിട്ടേൺ ആണ് നിങ്ങൾ ഇപ്പോൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കംപ്ലൈൻസ് പോർട്ടൽ കൂടി കൺസിഡർ ചെയ്യുക. കുറച്ച് നാൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതൊരു ഓൺ എ റിയൽ ടൈം ബേസിൽ 26 IAS പോലെ തന്നെ ഓൺ എ റിയൽ ടൈം ബേസിൽ തന്നെ ഇത് റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നിയർ ഫ്യൂച്ചറിൽ തന്നെ ഇത് സംഭവിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കംപ്ലൈൻസ് പോർട്ടലിലുള്ള വിവരങ്ങൾ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക. പലരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അവർക്ക് റീഫണ്ട് ലഭിക്കാനാണ്. പലരുടെ കയ്യിൽ നിന്നും എക്സസ് ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ TDS ആയിട്ട് പിടിച്ചിട്ടുള്ള ഈ ടാക്സ് തിരിച്ചു ലഭിക്കാനായിട്ടാണ് പലരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ബാങ്ക് അക്കൗണ്ട് പ്രീവാലിഡേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായും ശ്രദ്ധിക്കുക. കാരണം ഒരു പ്രീവാലിഡേറ്റ് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റീഫണ്ട് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ബാങ്ക് അക്കൗണ്ട് പ്രീവാലിഡേഷന് വേണ്ടി നമ്മൾക്ക് കൊടുക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, നിങ്ങളുടെ ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID, അത് ഇമെയിൽ ID കമ്പൽസറി അല്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് പ്രീവാലിഡേറ്റ് ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് പ്രീവാലിഡേഷൻ കൊടുക്കുമ്പോൾ അത് ഫെയിലിയർ ആയി കാണിക്കാറുണ്ട്. അതിന്റെ കാരണം നിങ്ങൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന പേരും നിങ്ങളുടെ പാൻ കാർഡിലുള്ള പേരും തമ്മിൽ മിസ്മാച്ച് ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പേര് നിങ്ങൾ വളരെ ഷോർട്ട് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പാൻ കാർഡിലെ പേര് എക്സ്പാൻഡഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പേര് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പ്രീവാലിഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബാങ്ക് പ്രീവാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് വെരിഫിക്കേഷൻ എന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. നിങ്ങൾ ഫയൽ ചെയ്ത ഇൻകം ടാക്സ് റിട്ടേൺ റീഫണ്ട് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് റീഫണ്ട് ലഭിക്കണമെങ്കിൽ ആദ്യമായിട്ട് അത് പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് നിങ്ങൾക്കത് അതിന്റെ ഫോം നമ്പർ ITR V പ്രിന്റ് ഔട്ട് എടുത്ത് ബ്ലൂ ഇങ്ക് കൊണ്ട് സൈൻ ചെയ്ത് നിങ്ങൾക്ക് ബാംഗ്ലൂർ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്ത് നിങ്ങൾക്കത് പ്രോസസ്സിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, വളരെ പെട്ടെന്ന് തന്നെ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് വെരിഫിക്കേഷൻ എന്നുള്ളത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പ്രീവാലിഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീവാലിഡേറ്റ് ചെയ്ത ആ ബാങ്ക് അക്കൗണ്ട് വഴി നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്കൊരു EVC ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ EVC അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു EVC ജനറേറ്റ് ചെയ്ത് അത് അപ്പോൾ തന്നെ പ്രോസസ്സിങ്ങിന് വേണ്ടി റെഡി ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഇൻകം ടാക്സ് റീഫണ്ടുകൾ കുറച്ചുകൂടി സ്പീഡ് ആക്കാനായിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. വെരിഫൈ ചെയ്യാനായിട്ട് മറ്റൊരു മെത്തേഡ് ഉള്ളത് നിങ്ങൾക്ക് Aadhar OTP യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു Aadhar OTP ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ആധാറിന്റെ ഡാറ്റാബേസിൽ ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് Aadhar OTP ട്രൈ ചെയ്യാം. നിങ്ങളുടെ Aadhar OTP വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യാനായിട്ട് മറ്റു പല ഓപ്ഷൻസുകളും കൂടിയുണ്ട്. ഓൺലൈൻ ബാങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബാങ്കിങ്ങിലേക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ചില ബാങ്കുകളുടെ ATMകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ITR, നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഷെയർ ട്രേഡിംഗ് നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇൻകം ടാക്സിനെ കുറിച്ചും പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചുമുള്ള ഇതുപോലുള്ള മറ്റു വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചാനലിന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.